ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മീൻ തോരൻ ഉണ്ടാക്കിയാലോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മീൻ തോരനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 800 ഗ്രാം മീൻ, ചെറിയ മീൻ എടുത്തിട്ടുണ്ട്. ഈ മീനിൻ്റെ പേര് കോല എന്നാണ്. മത്തി പോലെ തന്നെ ഇരിക്കും, പക്ഷേ മത്തിയുടെ ടേസ്റ്റ് അല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം, കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു മാങ്ങയുടെ ഒരു കഷ്ണം, കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചത്, കറിവേപ്പില, 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ മീനും നമ്മളിപ്പം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയും മഞ്ഞൾ പൊടിയും കൂടെ ചതച്ചതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് കൈയും കൊണ്ട് നമുക്ക് ഇത് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. കൈ വെച്ച് തന്നെ ഇളക്കണം, അപ്പോഴേ ഇതിൻ്റെ ശരിക്കും നമുക്ക് ഈ മീനിലേക്ക് ഇതെല്ലാം പിടിച്ചു കിട്ടത്തുള്ളൂ. കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു സ്വല്പം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കി അടുപ്പിലേക്ക് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതായിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ അടപ്പം കൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് മൂടി വെക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ അടിപൊളി മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇളക്കരുത്, ഒരുപാട് ഇളക്കുമ്പോഴത്തേക്കും മീനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.